സാമൻ എന്ത് പറ്റി? എടോ എന്ത് പറ്റിയെന്ന്? ഈശ്വര, കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ മുഴുവട്ടനാക്കി മാറ്റുന്നതും നേരെ ഒരുപാടായി, ഇതുവരെ റെഡിയായില്ലേ? സാറേ, എന്താണ് മുഖം വല്ലാതിരിക്കുന്നത്? സുഖയില്ലേ? കർത്താവേ, പുറത്ത് സാമിനും പട്ട്, അകത്ത് സാറിനും പട്ട്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? അയ്യോ സാറേ, നമുക്ക് ആശുപത്രി, നമുക്ക് ആഫീസിൽ പോണ്ടേ? ഞാനൊന്നും വരുന്നില്ല, നീ വയ്ക്കോ. എന്തു പറ്റി? കാരണം ഞാൻ നിന്നെ ബോധിപ്പിക്കണോ? നീ ആരാ, എന്റെ മേലധികാരിയോ? ഞാൻ ചായ എടുത്തിട്ട് വരാം. സോറി. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം? നിങ്ങള് രാത്രിയില് വേണ്ടാതിനൊക്കെ കാണിച്ചിട്ട് പാവം പത്രത്തിന് എന്തിനാ രാവിലെ ചായ പുഴുകിയത്? സോറി, ഞാൻ കണ്ടില്ല. കാണൂല, ആരും ഈ പത്രത്തിനെ കാണൂല. പത്രത്തിൽ വെറും പാറയല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും കയറി പള്ളി പണിയാലോ. സെൻട്രി സാമൻ ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ പിടികിട്ടിയത്. ഇന്നലെ രാത്രി സാറിന്റെ ചരിത്രം നഷ്ടപ്പെട്ടു അല്ലേ? മതി, രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ചായ കുടിക്കണ്ടേ? ഞാൻ ഇട്ടോണ്ട് വരാം. എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്നോട് ദേഷ്യാണോ? താൻ എന്ത് പണിയാ ഇന്നലെ കാണിച്ചത്? ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാകാൻ പോകുന്നത്? ഒന്നാമതേ ഏമാർക്ക് ഒന്നിനും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടും. ഇനി മുഖ്യമന്ത്രിയുടെ മോളെ രാത്രി കൂടെ താമസിപ്പിച്ചു എന്ന് കൂടെ അറിഞ്ഞാ അതൊക്കെ പോട്ടെ, തന്റെ അച്ഛന്റെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. അതിന് ഞാൻ ഇവിടെയാണെന്ന് അച്ഛനെ അറിയില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട് രാധയുടെ വീട്ടിലാണ്, രാവിലെ എത്തുള്ളൂന്ന്. ഇന്നലെ രാത്രിയിലെ കോലം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അത് കണ്ടപ്പോ ഇട്ടിട്ട് പോവാനും തോന്നിയില്ല. അത് വെള്ളം ഒഴിച്ചാ പിന്നെ എന്റെ കോലം അങ്ങനെയൊക്കെ തന്നെയാ. ഇതിലൊക്കെ താൻ എന്തിനാ ഇടപെടുന്നത്? അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് ഒട്ടും സ്നേഹം തോന്നുന്നില്ല അല്ലേ? എടോ, തന്നെ പോലൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനല്ല ഞാൻ. എന്നെ പറ്റി മീരയ്ക്ക് വല്ലതും അറിയോ? എനിക്കൊന്നും അറിയണ്ട. എനിക്ക് ഈ രാക്ഷസിനെ ഒത്തിരി ഇഷ്ടാ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും എനിക്ക് അറിയണ്ട. അല്ല, മീരെ അറിയണം. ഗുഡ് മോർണിംഗ്. ഉണ്ടാകലേ എന്താ? പനി മാറിയോ? ഓളെന്താ കഴിച്ചു രാവിലെ? നീടാ നീ എന്താ കഴിച്ചു? അമ്മ എവിടെ? അതുകൊണ്ടല്ലേ അച്ഛൻ വന്നത്. അച്ഛന്റെ പൊന്നുമോള് വാ. എന്റെ മോളാ അമ്മു. എനിക്കറിയാം. ഇത് മോൾക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട്? നല്ല പാവക്കുട്ടി. ആന്റി, താങ്ക്സ് ആന്റി. ഇപ്പൊ മനസ്സിലായോ? മീര എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കക്ഷിയെ ഇഷ്ടപ്പെട്ടതെന്ന്. കമ്മീഷണർക്ക് ഒരു മോളുള്ള കാര്യവും അവളുടെ അസുഖ കാര്യവും എല്ലാം എനിക്കറിയായിരുന്നു. മരിച്ചുപോയ മോളുടെ അമ്മയെ കുറിച്ച് പോലും ചോദിക്കാതിരുന്നത് എല്ലാം സമയമാവുമ്പോ ആകാന്ന് കരുതിയാ. എന്റെ അമ്മയെ കൊന്നതാ കള്ളന്മാര് അല്ലേ അച്ഛാ? Is it true? ഇപ്പോ മീരയ്ക്ക് എന്റെ മുഴുവൻ കഥകളും അറിയില്ല. നിങ്ങൾക്കൊക്കെ മീശ ചുരുട്ടി പേടിപ്പിക്കുന്ന ധിക്കാരിയായ രാമനാഥനെ അറിയും, രാക്ഷസനായ രാമനാഥൻ. പക്ഷേ മീരയ്ക്ക് അറിയാത്ത ഒരു രാമനാഥൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നു. പ്രാണനേക്കാൾ വലുത് സത്യവും നീതിയുമാണെന്ന് വിശ്വസിച്ചിരുന്ന, പച്ചനോട്ടുകൾക്ക് മുമ്പിൽ പതറാത്ത, മദ്യം കൈകൊണ്ടു തൊടാത്ത ജെന്റിൽമാൻ രാമനാഥൻ. വയറു പൊരിയുമ്പോൾ ഒരുപിടി ചോറ് മോഷ്ടിക്കുന്നവനല്ല, ഭരണത്തിന്റെ ഇടനാഴികളിൽ പതിയിരിക്കുന്ന പൊളിറ്റിക്കൽ ലിസാർഡുകളാണ് യഥാർത്ഥ ക്രിമിനൽസ് എന്ന് തിരിച്ചറിഞ്ഞ കാലം. അങ്ങനെ ഒരു ക്രിമിനൽ രാമനാഥന്റെ ഹിറ്റ് ലിസ്റ്റിലെ 1ാം പേരുകാരനായി. സുലൈമാൻ റാവുത്തർ. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെയും അവരെ ഭരിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെയും കണ്ണുലുണ്ണിയാണ് സുലൈമാൻ എന്നറിഞ്ഞിട്ടും ചങ്കുറപ്പോടെ അയാളെ കയ്യാമം വെച്ച് ഞാൻ തുറുങ്ങിലടച്ചു. പത്രങ്ങളും മാധ്യമങ്ങളും ആദർശധീരനായ
രാമനാഥനെ വാനോളം പുകഴ്ത്തി. പക്ഷേ സുലൈമാൻ റാവുത്തറുടെ അറസ്റ്റിൽ ഞെട്ടിവിറച്ച അധികാരി വൃന്ദവും അവരെ സേവിച്ച ഡിപ്പാർട്ട്മെന്റിലെ എന്റെ ഏമാന്മാരും കൂടെ എനിക്ക് തന്നത് എന്താണെന്ന് മീരയ്ക്കറിയോ? സ്നേഹം കൊണ്ട് പൊതിഞ്ഞ, സന്തോഷം കൊണ്ട് നിറഞ്ഞ എന്റെ കൊച്ചു കുടുംബത്തെ പിച്ചു ചീന്തി പെട്ടിയിലാക്കി അവരെനിക്ക് സമ്മാനമായി തന്നു. രാത്രി ഇരുട്ടിന്റെ മറവിൽ മാരകായുധങ്ങളുമായി വന്ന സുലൈമാന്റെ ഗുണ്ടകൾ എന്നെ ചതിച്ചു വീഴ്ത്തി. എന്റെ കൺമുമ്പിലിട്ട് അവർ എന്റെ മായെ കൊന്നു. 2 വയസ്സുണ്ടായിരുന്ന എന്റെ അമ്മമോളെ പോലും അവർ വെറുതെ വിട്ടില്ല. ചവിട്ടേറ്റ് നടുവ് തുറന്ന എന്റെ കുഞ്ഞ് അച്ഛന്റെ ആത്മാർത്ഥതയ്ക്കുള്ള ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി. ശരീരം മുഴുവൻ ഒടിഞ്ഞു തൂങ്ങിയ അസ്ഥിയുമായി കിടന്ന എന്നെ മരണം പോലും ഉപേക്ഷിച്ചു. നീനക്കറിയോ, ജീവനുമായി മല്ലിട്ട് ഞാൻ ആശുപത്രി കിടന്നപ്പോ എന്നെ തിരിഞ്ഞു നോക്കാൻ ഒരു നായിന്റെ മക്കളും ഉണ്ടായില്ല. നിയമം നടത്താൻ ജീവൻ പണയം വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ചികിത്സയ്ക്കായി ഒരു നയാ പൈസ പോലും ഡിപ്പാർട്ട്മെന്റിലെ തണ്ടികൾ ചെലവാക്കിയില്ല. എന്റെ മരണസമയം നോക്കിയിരുന്ന അവർക്ക് തെറ്റിപ്പോയി. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ രാമനാഥൻ ഉണർത്തെഴുന്നേറ്റു. എന്റെ മായയെ കൊന്ന, എന്റെ കുഞ്ഞിന്റെ ജന്മം നശിപ്പിച്ച 3 പേരെ ഞാൻ വകവരുത്തി. നിയമത്തിന്റെ ഒരു പഴുതു പോലും ഇല്ലാതെ. ഇനി ഒരുത്തനെ കൂടെ എനിക്ക് കിട്ടണം. കിട്ടും. വിഷമിക്കാതിരിക്കൂ. വീണ്ടും ഇതെല്ലാം ഓർമ്മിച്ചത് ഞാൻ കാരണമല്ലേ? സോറി. എന്തൊക്കെയോ മനസ്സിൽ അടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു കഥയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സത്യം പറയട്ടെ, ഇന്നലെ തോന്നിയ എന്റെ 100 ഇരട്ടി ഞാൻ ഇന്ന് ഈ രാക്ഷസനെ ഇഷ്ടപ്പെടുന്നു. ചായ. ചായ കുടി. രാമേട്ടന്റെ കഥ കേട്ടപ്പോ വിഷമം തോന്നിയല്ലേ? ചായ കുടിക്കേ. മുഖ്യമന്ത്രിയുടെ മോളല്ലേ? അതെ, മീര. ഞാൻ മാലതി. മീരയെ പറ്റി അപ്പു പറയാറുണ്ട്. ആളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. രാമനാഥൻ സാറിന്റെ ഭാര്യയുടെ അനിയത്തിയാ. അമ്മുവിന്റെ കൂടെ ഇവിടെ തന്നെയാണോ? അതെ, അമ്മമ്മോളെ പോലെ തന്നെയാ എനിക്ക് മറ്റു കുഞ്ഞുങ്ങളും. രാമേട്ടൻ നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് എനിക്കിത് വീടായി. അനാഥയായിട്ട് വളർന്നതുകൊണ്ടാവാം അനാഥ കുട്ടികളെ എന്നും എനിക്ക് ജീവനായിരുന്നു. രാമേട്ടനും ഞങ്ങളെപ്പോലെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അനാഥരുടെ ഒരു കുടുംബമായിരുന്നു. ഈ അനാഥാലയങ്ങളെല്ലാം നിങ്ങൾ നടത്തുന്നതാണോ? അതെ, ഇതുപോലെ 10ഓളം അനാഥാലയങ്ങളിലായി 3000ഓളം കുട്ടികളുണ്ട്. അന്ധരും മൂകരും മാനസിക രോഗികളുമായിട്ടുള്ളവരാണ് അധികവും. ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട് ഇതിന് നടത്തിപ്പിനായി. പക്ഷേ ആരോടും ഞങ്ങൾ പൈസ പിരിക്കാറില്ല. എല്ലാം രാമേട്ടൻ തരുന്നതാ. ഇതെല്ലാം നോക്കി നടത്തുന്നത് ഞാൻ തന്നെ. കുറെ ജോലിക്കാരുണ്ട്, പിന്നെ അപ്പു സഹായിക്കും. എനിക്ക് മാലതിയോട് ബഹുമാനം തോന്നുന്നു. ഈ കൊച്ചു പ്രായത്തിൽ ഇത്ര വലിയ ത്യാഗം ചെയ്യാന്ന് വെച്ചാ. ത്യാഗമോ? ഇതെന്റെ ആഗ്രഹമാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ലോകത്ത് രാമേട്ടനും അമ്മുവുമായി ഇതുപോലെ ജീവിച്ച് മരിച്ചാൽ മാത്രം മതി എനിക്ക്.